കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എത്ര പ്രശ്നങ്ങളിലാണ് അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്നത്. അദ്ദേഹമാണ് പറഞ്ഞത് ഇവിടെ അടുത്ത അധികാരം കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വനവാസത്തിൽ പോകും. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു പൊതുപ്രവർത്തകൻ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നത് അധികാരത്തിന് വേണ്ടിയല്ല. അധികാരം കിട്ടിയാൽ അത് ഉപയോഗിക്കണം. എങ്ങനെ അവർക്ക് ജനങ്ങളോട് നീതി പുലർത്താൻ സാധിക്കും? ഞാൻ നിയമസഭയിൽ പറഞ്ഞു, ഗവർണറുടെ പ്രസംഗത്തിന് നന്ദി പ്രമേയം അവതരിപ്പിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറയുകയുണ്ടായി, ഈ വനവാസത്തിന് പോവുക എന്ന നിലപാട് തന്നെ ജനവിരുദ്ധമാണ്. ജനങ്ങളോട് നീതി പുലർത്തുന്ന സമീപനമല്ല. ഇനി വനവാസത്തിന് പോകാനുമാണ് തീരുമാനമുണ്ടെങ്കിൽ മുൻകൂട്ടി തന്നെ കേരളത്തിലെ വനം വകുപ്പിനെ അറിയിക്കണം, ആവശ്യമായ രക്ഷാ നടപടികൾ സ്വീകരിക്കാൻ എന്നുള്ള പ്രശ്നം ഞാൻ നിയമസഭയിൽ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് കടുത്ത ആക്ഷേപങ്ങൾ ഉന്നയിക്കാനും ആരോപണങ്ങൾ ഉന്നയിക്കാനും അടിസ്ഥാനരഹിതമായ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പരിശ്രമമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ആ നിലപാടിനെ തിരിച്ചറിഞ്ഞ് ശരിയായ സമീപനം സ്വീകരിക്കും എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത്. രാവിലെ സിവിൽ സ്റ്റേഷനിലാണ് അവിടെ ഓഫീസുള്ളത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ മുമ്പിലായിരിക്കും. ഇതൊരു പ്രതിഷേധ സമര പത്രമാണ്. 10 മണി, രാവിലെ 10 മണി. അല്ല, കേരളത്തിൽ ബീഹാർ മോഡൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ഇപ്പം ബീഹാർ മോഡൽ വന്നു എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല. അല്ല, അത് ഇതിൻ്റെ ഭാഗമാണ്. പുറത്തുനിന്ന് ആളുകൾ ഇതിൻ്റെ അകത്ത് ഇപ്പം ഞങ്ങൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പരിശോധിച്ചപ്പം ഈ പട്ടികയിൽ ഇവിടെ താമസിക്കാത്ത ആളുകൾ പട്ടികയിൽ പേര് വരിക. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അനാവശ്യമായിട്ട് ആളുകളെ ചേർക്കുന്നതല്ലേ? അനധികൃതമായിട്ട് ആളുകളെ ഏതോ വഴിയിലൂടെ ചേർക്കുന്നതെന്നുള്ളതല്ലേ? അങ്ങനത്തെ പല സംഭവങ്ങളും അതെല്ലാം ഇലക്ഷൻ കമ്മീഷന് പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഉറപ്പുണ്ടാക്കണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ ഈ നിലയിൽ ഉന്നയിക്കാൻ ഇടവരുന്നത്. അല്ലാത്തവർ ഇതര സംസ്ഥാനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ വിചാരിക്കാം. അവർക്കൊരു അഡ്രസ്സ് ഉണ്ടാവും, അവർക്കൊരു പ്രദേശമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഇതങ്ങനെയല്ല. ഇവിടെ ജോലി ചെയ്യാത്തവർ, ഇവിടെ അറിയാത്തവർ, ആളില്ലാത്തവർ, അങ്ങനെയുള്ള ആളുകളെയെല്ലാം ഇതിൻ്റെ അകത്ത് ചേർക്കുന്നു. അപ്പോൾ അത് എവിടുന്ന് ഏതൊരു കേന്ദ്രത്തിൽ നിന്ന് അങ്ങനെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് വരാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റും ഇലക്ഷൻ കമ്മീഷനാണ്. തൃശ്ശൂരൊക്കെ അത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ അനുഭവത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണല്ലോ. അത് തൃശ്ശൂരിൽ അവരെന്തെങ്കിലും ചെയ്തു എന്നുള്ള ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. തൃശ്ശൂരിൽ വിശദമായ പരിശോധന വേണമെന്നുള്ള കാര്യം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. 21 ഇപ്പോൾ ടൈം അവർ നിശ്ചയിച്ചിരിക്കുന്നത്. 21-ാം തീയതിയാണ് ടൈം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പം അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ എന്തെങ്കിലും അപാകതകളോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കലോ ഉണ്ടെങ്കിൽ അത് പരിഗണിക്കുന്നതിന് വേണ്ടി സമയം വേണം.